അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ദളപതി വിജയ് കേരളത്തിൽ വരുന്നത്. എയർപോർട്ട് ഇറങ്ങുന്നതിന് മുന്നേ വരെ ഫുള്ള് ഇതിനെക്കുറിച്ച് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ച. എന്തിന് ആകാശത്ത് കൂടെ പോകുന്ന പ്ലെയിനിൻ്റെ വീഡിയോ വരെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത്. അങ്ങനെ കേരളത്തിൽ 5 മണിക്ക് ശേഷം തന്നെ കാല് കുത്തിയിട്ടുണ്ട് നമ്മുടെ ദളപതി വിജയ്. രാവിലെ ഉച്ച തൊട്ട് തന്നെ ജനപ്രളയമാണ് എയർപോർട്ടിന് മുമ്പിൽ കാത്തിരുന്നത്. അങ്ങനെ അവസാനം എത്തിയിരിക്കുകയാണ്. വലിയൊരു ജനപ്രളയം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ഏരിയ മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിൽ ഫുള്ള് ക്രൗഡ് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ക്രൗഡ് ഉള്ളത്. എന്തായാലും ഇതൊക്കെയാണ് ഒരു അന്യഭാഷ നടനും ഇത്രയ്ക്കും ക്രൈസ് വേറൊരു അന്യനാട്ടിൽ ഉണ്ടാകത്തില്ല. അതാണ് ദളപതി വിജയുടെ കേരളത്തിലെ ഫാൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് ദളപതി വിജയ് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ കുറേ പേര് എയർപോർട്ടിൽ നിന്നൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടവരൊക്കെ ഉണ്ട്, അവിടെ നിന്ന് സെൽഫി എടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പോയവരും കണ്ടവരുമൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി പോയിട്ട് കാണാൻ പറ്റാത്തതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ സ്റ്റേറ്റിലൊക്കെ വരട്ടെ, അപ്പം നോക്കാം. എന്തായാലും ഇനി കേരളത്തിലൊരു എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടാവുമെന്ന് അറിയില്ല. ദളപതി വിജയ്ക്ക് 10-14 ദിവസം എന്ന് തോന്നുന്നു ഗോട്ടിൻ്റെ ഷൂട്ടിങ്. അത് കഴിഞ്ഞ് പോവും. ദളപതി വിജയ്ക്ക് എത്രയാണെന്ന് അറിയില്ല. എന്നാലും കണ്ടതിന് അറിയാം എത്ര ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന്. ഡെയിലി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.